അങ്ങനെ വീണ്ടും ഇവിടത്തേക്ക് വരേണ്ടി വന്നു കേട്ടാ. ഇതൊരാള് ഭയങ്കര കരച്ചിലാണ്. കരച്ചില് കേട്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവൂലേ ആരാ കരയുന്നേന്ന്. അതെ, ശനിവാമ വന്നിട്ടുണ്ട്. ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ രക്ഷയില്ല, ആള് ഞങ്ങളെ കണ്ടപ്പോ മുതൽ കരയുന്നു. കഴിഞ്ഞ ആഴ്ച വരെ ഞങ്ങളോട് ചിരിച്ച കൊച്ചാണ്, ഇപ്രാവശ്യം കൊണ്ട് ഞങ്ങളോട് കരയുന്നു. ഇനി കണ്ട് പേടിച്ചിട്ടാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നൊന്നും അറിയില്ല. അതെ അല്ലേ, അതെ അതെ. വെള്ളിയാഴ്ച രാവിലെ പോയതാണ്. എന്റെ പൊന്നു തനുവാവേ, എന്റെ ആണ് തനുവാവേ. ഷിങ്കിടാപ്പി എന്റെ ആണ്. എന്തിനാ ഞങ്ങളോട് കരയുന്നേ? നമ്മള് പാവങ്ങളല്ലേ, നമ്മളോട് എന്തിനാ കരയുന്നേ? ഇതാ ആനന്ദേട്ടനും വന്നു കേട്ടാ, കാലി ബക്കറ്റുമായി. ആനന്ദേട്ടൻ അമ്മൂന് ഞാനൊരു ഓപ്പയാണ് പ്രശ്നം. ഓപ്പേന്റെ കൂടെ വന്നിട്ട് എനിക്കൊന്ന് എന്റെ ഈ കമ്മലാണ്, എന്നെ ഒന്ന് കാണിച്ചേ. ഓപ്പേന്റെ ചോപ്പ് ഷർട്ട് അല്ലെങ്കിൽ എന്റെ ഈ കമ്മല്, ഞാൻ ഈ കമ്മലെല്ലാം ഒന്ന് ഊരിയിട്ടിട്ട് കുഞ്ഞിനൊന്ന്. നിന്റെ കമ്മലൊന്നല്ല എന്റെ ചോപ്പ് കാണുമ്പോ കരയണ്ട. ആന്തേട്ടന് കടലിൽ പോയത് അതെന്നെ സംഭവം. അതാണ് നല്ല എന്നെ നോക്ക്, കരയുന്ന കൊച്ചിനൂടെ കൊടുത്ത പഴോ എന്തോ ഇത്. എന്തടി നിക്കിത്? എന്റെ ദൈവമേനെ നോക്കി കരയല്ലേ മുത്ത, ഇങ്ങനെ കരയല്ലേ പൊന്നെ. എന്തൊരു നഷ്ടാടി. ഇപ്പഴാ സ്വഭാവട്ടെ, ഇത് പുതിയ സ്വഭാവമാണ്. പോയാട്രീ നിഗമ്മ കമ്മലല്ല മണ്ണാൻ കട്ട. കരയി മുത്ത കരയി. നിഗമ്മനെ കരഞ്ഞോന്ന്. തനുവാവ പക്ഷെ ബിബിനെ ചേർത്തിട്ട് കരയുന്നില്ല. കാണാണ്ടെടുത്തോള്, ആരാ എടുത്തെന്ന് കണ്ടിട്ടില്ല. ട്രിക്കിലെടുത്ത് ഇപ്പൊ എന്നെ കാണുമ്പോ കരയാ. ഇങ്ങോട്ട് വാച്ചേ എന്താ പൊന്നെ, എന്താ പൊന്നെ. അമ്മ ഉറക്കടി. അമ്മ എന്താടി അമ്മ നിന്റെ സ്വഭാവം? കൊച്ചിനെന്താ പറ്റിയത്? ദുർഗക്കുണ്ടായിരുന്നു പണ്ടിങ്ങനെ. അയ്യോ, എന്താ എനിക്ക് എന്നിട്ട് ഇവിടെ എന്താ സ്പെഷ്യൽ? ഇവിടെ ചോറ് എന്തോ കറിയൊക്കെ സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. എന്ത് ചോറ് കറി? ചെറിയ അയില, നത്തല് വറുത്തത്. ഓഹോ അടിപൊളി. എവിടെയോ തോണിയും കൊണ്ട് പുഴയിലെല്ലാം പോയിട്ട് ഇപ്പഴാ വന്നത്. മറ്റേ ഓഹോ നരൻ, ഓഹോ ഞാനൊരു നരൻ. ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ട്. വെള്ളപ്പൊക്കത്തില് തേങ്ങയെല്ലാം ഒഴുകി വരും. ആ തേങ്ങ നിറക്കാൻ വേണ്ടി പോയതാ. പുതുജന്മം നേടിയ നരൻ, ഓ നരൻ. ഇത് പക്ഷെ വെറും നരനല്ല, ഇത് ശ്രീധരൻ. ഇത് നരനല്ല, ശ്രീധരനാ. ശ്രീധരൻ. അച്ഛനോട് മറ്റേ താടിയെല്ലാം മുറിക്കാൻ പറയുന്നുണ്ടല്ലോ എല്ലാരും. അതന്നെ. ഇത് പക്ഷെ സോൾട്ട് ആൻഡ് പെപ്പർ സ്റ്റൈലായിട്ട് നിക്ക്. സോൾട്ട് ആൻഡ് പെപ്പർ അജിത്ത് സ്റ്റൈൽ. എന്തമ്മ റംബുട്ടാൻ കിട്ടിയിട്ടുണ്ട്. റംബുട്ടാൻ ഇത് ഞങ്ങളുടെ മരത്തിലുണ്ടായതല്ല, എവിടുന്ന് വാങ്ങിയതാ. അതെ സത്യം. എന്നിട്ടാ എന്താ കിട്ടിയെന്ന്? കാലിയ. അയ്യോ, എന്നിട്ട് പണിപ്പോയി വന്നാട്ടോ. കറിവേപ്പില ആയിട്ടാ വന്നത്. അപ്പൊ ഞാൻ കഴിച്ചു. മതി പിള്ളേർ കൊടുത്തേ. മതി വേണ്ട മതി പിള്ളേർ കൊടുത്തേ. മതി. എന്തുവാടി നീ എന്നെ ഇതാക്കോ? അല്ലെ അമ്മ ചെറുതും റംബൂട്ടാൻ കൊടുക്കടി. അമ്മേ ഞാൻ പോയാണ് പോലെ, ഞാൻ വരുന്നില്ല ആ വഴിക്ക് പോയേ.
കുഴപ്പമില്ലാട്ടോ എന്നെ കണ്ട് സെറ്റായെന്ന് തോന്നുന്നു വിന്തമ്മേ. സ്കൂള് കൊടുക്കറാ എനിക്കൊന്ന് ഞാൻ ഈ ഷർട്ട് ഇട്ടാണ് പ്രശ്നമായത്. കഴിഞ്ഞ ആഴ്ച വരെ എന്നോട് എന്ത് ചിരിയായിരുന്നടി, അതാണ് ഈ പറയണത്. ഈ ശരിക്ക് പറഞ്ഞാല് മറ്റേ പിന്നെ ഒരു മൈൻഡില്ല എന്ന് പറയണത് ഇങ്ങനെയുണ്ട്. ഇപ്പൊ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാണ്. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ഒച്ചാക്കുന്നില്ല. ആര് വത്തക്കെടുത്തില്ല. തല്ലാനായിട്ട് നമ്മളെ തല്ലുന്നു. അമ്മ എന്തു ആര് നിന്റെ മോളിങ്ങനെ? ദുർഗ കുറച്ച് കരയുന്ന ടൈപ്പായിരുന്നിട്ടാ. നല്ല മഴക്കാറുണ്ട്. നീ ആ ലൈറ്റ് ഇട്. ഇവിടെ ഒരു പ്രകാശം പരക്കട്ടെ ആയും തന്നെ മൊത്തം അന്ധകാരത്തിരിക്കുകയാണ് ഞങ്ങൾ. ഇപ്പൊ ലൈറ്റ് വന്നു ഗൈസ്. ഇത് കറങ്ങുകയും ചെയ്യും ഇതാവുകയും ചെയ്യും. ലൈറ്റും കത്തിക്കും. അങ്ങനത്തെ ലൈറ്റ് അത്. അല്ല ഞാൻ പറയട്ടെ, അപ്പൊ നീ ഇട്ടേക്കണ എന്താ ഭദ്രകാളിന്റെ പോലത്തെ ഡ്രസ് ഇട്ട് വന്നിട്ട് എന്നെ പറയുന്നു. നിനക്ക് പറ്റിയ പാട്ടെന്നറിയാം. കരിങ്കാളി അല്ലേ തൊട്ട് ഡ്രസ് ഇട്ടോള്. എന്നിട്ട് കൊച്ചു നിന്നെ നോക്കുമ്പോ നീ കണ്ണടപ്പിച്ച് കൊച്ചിനെ എടുക്കുന്നു. ഇപ്പൊ ശരിക്കും തെയ്യം ആരാന്ന് കാണുമ്പോ തിരിയുന്നു. ഞാൻ മറ്റേ ഇതാ എന്നെ നീ കാണിക്കും. ഇങ്ങോട്ട് കാണിക്കാൻ കാണിച്ചു ഞാൻ പറയാം. നിന്നെ കാണാൻ എന്നെ കരിങ്കാളി എന്നെ അറിയോ? പൂക്കൾ പൂക്കൾ നീയും കാണുന്നില്ലേ അല്ലേ? അതാ എന്റെ ഷർട്ട്. അടിപൊളി കളറ് കാണാത്ത പോലെ ഞാൻ അങ്ങനെ നോക്കുമ്പോഴാണ് കണ്ണട ചെറുങ്ങനെ നോക്കുന്നു. അപ്പൊ കാര്യമില്ല. കണ്ട ഇവനെന്താ ഇങ്ങനെ? ഇല്ല ഇല്ല നോക്കണോ? കണ്ണോർക്കാൻ പറ്റൂലേ? ഇല്ല കണ്ണോർ നോക്കട്ടെ. പേടിയൊന്നുമില്ല. അതിന്റെ പാവം വെള്ളിക്കാം. വത്തക്കാർക്കും വേണ്ട. വിന്തക്ക പോലും വത്തക്കാന്ന് പറഞ്ഞ വിന്തക്കായി. വിന്തമ്മ വത്തക്ക ചേഞ്ച് ആക്കി അടുത്ത പ്ലേറ്റ് വെക്കുന്നുണ്ട്. അടുത്ത പ്ലേറ്റ് പോരട്ടെ. ഈ പ്ലേറ്റില് ഞങ്ങൾ ഷുഗർ കട്ടായോണ്ട് ഇത് കഴിക്കാൻ കഴിയില്ല. ഈ പഴം കഴിക്കാം. ഇനി വേറെ കുറച്ച് ഇതും അടുത്ത പ്ലേറ്റ് വരണം. നല്ല സുഖല്ലേ ഇങ്ങനെ നമുക്ക് മഴയത്ത് മഴ പെയ്യുക. അപ്പൊ അവിടെ ഇങ്ങനെ കോലായിക്ക് ഇരിക്കുക. പ്ലേറ്റ് ഇങ്ങനെ മാറ്റി വെക്കുക. എന്ത് രസം അല്ലേ? ഇനി പിന്നെ പറഞ്ഞ അടിപൊളി പഠിപ്പിക്കും. നമുക്ക് നല്ല രസം ഉണ്ടാവുമല്ലോ. ആന്ന് പൊറോട്ടയും ചിക്കൻ കറിയിലും ടേസ്റ്റുള്ള സാധനങ്ങൾ ഈ ലോകത്തിലുണ്ട്. അതെല്ലാം മനസ്സിലാക്കി കേട്ടാ. വെറുതെ ഈ ഉപ്പിട്ട കഞ്ഞി ഉപ്പിടാത്ത കഞ്ഞി കുടിക്കാണ്ട് ഇതൊക്കെ വാങ്ങി തിന്നാൻ പറ. വാങ്ങി തരാൻ പറ അച്ചോട്. അയ്യോ കൊച്ചിന് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലേ നീക്ക് എപ്പോഴും പറയും കൊച്ചിന് വിശക്കുന്നു. രതീഷ് വരുമ്പോ വൈകുന്നേരം കൊച്ചിന് വിശക്കുന്നു എന്തെങ്കിലും വാങ്ങിക്കോ. ഇല്ല 2 മാസമായിട്ട് ഷുഗർ കട്ട് ചെയ്യുന്ന ഞാൻ ഇനി ഇത് കുടിച്ച് ഷുഗർ അത് കട്ടൻ ചായക്ക് കൊണ്ട് കളയാ. അല്ലടി കട്ടൻ ചായക്ക് കൊണ്ട് ഞാൻ ഷുഗർ കട്ട് കളയാ. മറ്റേ ഇതായിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഏത് മറ്റേ പുട്ട് ഐസ്ക്രീമാ അല്ല വല്ല പുട്ട് ഐസ്ക്രീം ഒക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. നമുക്ക് അതിനു വേണ്ടി കളയായിരുന്നു. ഒരു കട്ടൻ ചായക്ക് കൊണ്ട് ഷുഗർ കട്ട് കളയാനേ. എന്താണ് നമ്മളെ ഇതാക്കാൻ നടക്കല്ലേ? എങ്ങനെ പ്രലോഭിപ്പിക്കാൻ നടക്കിയ ഞങ്ങളല്ലേ? ഞങ്ങളൊക്കെ ഷുഗർ കട്ടാ മോളെ. ഷുഗർ കട്ടാണ്. നീ മനസ്സിലാക്കിയില്ല ഞങ്ങളെ കണ്ടിട്ട്. വിന്തമ്മേ ലേശം പൊടിയിട്ട് ഒരു ത്രികോണം ചായ മരുമോന് വേണ്ടി കൊണ്ടെത്താ. എന്തുവാ ഇത്? വല്ലാത്ത ജാതി ആവല്ലേ വിന്തമ്മ. കൊറച്ച് കടുപ്പിട്ടാ മതിയെ. കയ്പിച്ചു കൊണ്ടല്ലേ ലേശം. അത്ര തന്നെ. എന്തുപോലെ കണ്ണാടിച്ചില്ല പോലെ. ചെല്ലി ഇപ്പൊ കാണാം. ഞാനെടുക്കാം. ഒരു കരച്ചിലുണ്ടാവും. ആരും കേക്കൂല്ല ഇനി കരച്ചില്. അങ്ങ് കൊണ്ടായിട്ട് കൊച്ചിനെ നോക്കണടി അമ്മ. കാണിച്ച വിപിനെ വിപിനെ അമ്മമ്മ വല്യമ്മ മൂത്തതാ. ഏറ്റവും വലിയ മൂത്ത
അല്ല അല്ല ഞാൻ പറയട്ടെ, മൂത്ത വല്യമ്മ നീയാ. പിന്നെ അല്ലാണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മൂത്ത നീയല്ലേ. നിഗി, അജിഷ, അമ്മു, മിന്നു ഒക്കെ വെച്ച് നോക്കുമ്പോ ആ ലൈജസിൽ ഉദ്ദേശിച്ചുണ്ട്. അത് ശരിയാ. അത് കഴിഞ്ഞ ഇവള് തന്നെ കൂട്ടത്തിലെ മുതുക്കത്തി. അത് മറ്റേ എന്തോ പറയാനല്ല, മൂത്താപ്പി. മൂത്താപ്പി ഏറ്റവും ഏതാ ഞാൻ. വാട്ടച്ചായ 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 എന്ന് പറഞ്ഞു. വാട്ടച്ചായ അതില്ലാത്തതിന് എന്താ പറയുന്നത്? സ്വാദിഷ്ടമായ കണ്ണൻ ദേവൻ ചായ, സ്പെഷ്യൽ വാട്ടച്ചായ, മധുരമില്ലാത്ത ചായ. ശീലമായി ഒരു സാധനം എടുക്കാൻ വേണ്ടി ഓടിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്വന്തം കുടുംബത്തിലെ കഥാകാരിക്ക് കഥാകാരിയുടെ പുസ്തകത്തിന്റെ ഞാൻ സത്യാവസ്ഥ പറയട്ടെ നിങ്ങളോട്. ഇത് ഇപ്പൊ ഇനി വായിക്കാനുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാരും വായിച്ചു. എല്ലാവരും വായിച്ചു. എന്റെ അച്ഛനൊന്നും അങ്ങനെ ബുക്കൊന്നും വായിക്കാത്ത ആളാ. എന്റെ അച്ഛൻ വരെ ഇരുന്ന് വായിച്ച് കിട്ടിയെന്ന് തന്നെ. നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഒട്ടുമിക്ക ഓർഡർ ചെയ്ത് വാങ്ങിയവരൊക്കെ വായിച്ച്. ഇനി ഞാൻ മാത്രം ബാക്കി. അപ്പൊ ഇവളുടെ അടുത്ത നോവലിന്റെ പേര് ഞാൻ പറഞ്ഞു, ഞാൻ മാത്രം ബാക്കി. അപ്പൊ ഇല്ലേ ഇതിനകത്ത് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ വന്നത്, നമ്മൾ ഇതൊക്കെ തുറന്നു വായിക്കുന്ന പോലെ, രാമായണം തുറന്നു വായിക്കുന്ന പോലെ ഞാൻ ഇതിപ്പോ ഇങ്ങനെ ഇത് തുറന്നിട്ട് ഒരു പേര് ഞാൻ വായിക്കും, ഒച്ചത്തിൽ വായിക്കും. ആ പേജിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. എന്നിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവര് നിങ്ങൾ നോക്കിയിട്ട് വായിക്കണേ, വാങ്ങിച്ചിട്ട് വാങ്ങണം. അല്ല വായിച്ചിട്ട് വാങ്ങണം. ഫോൺ എടുത്തിട്ട് അടിക്കുന്ന ഫോണൊക്കെ എടുത്തിട്ട് വാ പോയിട്ട് അതെല്ലാം ചെയ്യണം. ഓ അപ്പൊ എന്റെ ഫോണ് ഇങ്ങോട്ടാടി എന്റെ ഫോണ് കട്ടാക്കിയതല്ലേ ഇങ്ങോട്ടാ. ആരാ? അതെ 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 ഓക്കെ. ഓക്കെ റെഡിയായി. അപ്പൊ ഞാൻ എന്തായാലും ഇതിൽ വേഗം വായിച്ചു തീർക്കണം, എനിക്ക് കൈവേദന എടുക്കുന്നുണ്ട്. എടുത്തിട്ട് ഞാൻ വായിക്കും. അത് ഇൻട്രസ്റ്റ് ഉള്ളതാണോ ഇല്ലെന്ന് നോക്കട്ടെ. എന്താ മോന്താ അങ്ങനെ പിടിച്ചത്? വായിക്കുമ്പോ കിട്ടി. അമ്മച്ചി വിളിച്ചു ചോദിച്ചു. അവൾ റോഷനെ വിളിച്ചു. അവൻ ഞെട്ടി എഴുന്നേറ്റു. ഇതേ അമ്മച്ചി ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. ആ ഇതാ വരുന്നു. അവൻ ബാത്റൂമിലേക്ക് പോയി. മുഖം കഴുകി തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു, വരൂ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ നോക്കാം. നിന്നെ അവിടെ കൊണ്ടുവിട്ടിട്ട് വേണം എനിക്ക് 2-3 സ്ഥലങ്ങളിൽ പോകാൻ. രണ്ടുപേരും ഒരുമിച്ച് സ്റ്റെയർ കേസ് ഇറങ്ങി. റോഷൻ എന്തോ പറഞ്ഞു ചിരിച്ചു. കുസൃതിയോടെ തൃഷ അവന്റെ മുഖത്തേക്ക് നോക്കി. ഈ റോഷ് ചായന്റെ ഒരു കാര്യം. മക്കള് വാ, ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് സമയം വിശ്രമിച്ചോളൂ. എല്ലാവരും സന്തോഷത്തോടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ശരിക്കും റോഷനും തൃഷയും അഭിനയിക്കുകയായിരുന്നു. അഭിനയിച്ചത് ഇത് വായിക്കണം. അങ്ങനെ ആ രാത്രി അവർ തനിച്ചായി, റോഷനും തൃഷയും മാത്രം. പിന്നെ ആയിരത്തിൽ ചുറ്റും ചേരിടുകൾ മോളുന്നു. ഞാൻ കൂട്ടിയത് ഇതില് കൃഷ്ണൻ റോഷന് തനിച്ചായുമ്പോ ചീടൊക്കെ മുകളുണ്ട്. നല്ല മഴ, എങ്ങും കൂനാക്കുനിരുട്ട്. എന്റെ ശരീരം അതെന്നിട്ടത് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് സമയം വിശ്രമിച്ചോളൂ. എല്ലാവരും സന്തോഷത്തോടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ശരിക്കും റോഷനും തൃശയും അഭിനയിക്കുകയായിരുന്നു. റൂമിൽ തിരിച്ചെത്തിയപ്പോൾ തൃശക്ക് ദേഷ്യം പിടിച്ചു. ഇതേ ചുമ്മാ എന്റെ ശരീരത്തിൽ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. ഇയാൾ എന്തിനാ അമ്മച്ചിയുടെ അനുവിന്റെ മുമ്പിൽ വെച്ച് വെറുതെ എന്റെ ദേഹത്ത് തൊട്ടത്? ഒറിജിനാലിറ്റിക്ക് വേണ്ടിയാടി. എടി എന്തിനാ ഇയാൾ എപ്പോഴും എന്നെ എടി എന്ന് വിളിക്കുന്നത്? നീയല്ലേ പറഞ്ഞത് എന്റെ ഭാര്യയെ പോയി വിളിക്കാൻ. ഭാര്യയെ തന്നെ എടി വിളിക്കുന്നത് എന്താടി മനസ്സിലായോടി? എന്താടി മനസ്സിലായി? അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തൃശക്ക് തോന്നി. കുറച്ച് എരിവും പുളിയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. തൃശയും നമ്മുടെ റോഷനും തമ്മിൽ എന്തോ ഉണ്ട്. അപ്പൊ ഈ ബുക്കിന്റെ ബാക്കി വായിക്കണമെങ്കിൽ പ്രണയവസന്തം എന്ന് പറഞ്ഞ ബുക്ക് നിങ്ങൾ വാങ്ങിയിട്ട് വായിക്കുക. ഇതിലും ഓരോ ബുക്കിനും ഇത്രയും നല്ല പരസ്യം കിട്ടിയിട്ടുണ്ടാവില്ല.
നല്ലതാണ്. ബാക്കി ഇനി എല്ലാം വായിക്കണ്ട, ആൾക്കാർക്ക് വായിക്കുമ്പോ. ഒന്നുമില്ല, നല്ല നല്ല അടിപൊളി. ഞാൻ വായിച്ചതാ നല്ല നോവല. ഒരുപാട് എക്സൈറ്റ്മെന്റ് തരുന്ന നിമിഷങ്ങളെല്ലാം ഉണ്ട്. ഞാൻ വായിച്ചിട്ടില്ല, എനിക്ക് കഥ ഏറെക്കുറെ എനിക്ക് പറഞ്ഞു തന്നു. ഇതിനകത്ത് ലാസ്റ്റ് പോർഷനിൽ ഒരു സംശയത്തിൽ നിൽക്കണം, അവൻ മരിച്ചോ മരിച്ചിട്ടില്ലയോ കിടപ്പിലാണോ എന്താണ് ഏതാണെന്നൊന്നും വ്യക്തത ഇല്ലാത്ത അവസ്ഥയിൽ. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ബുക്ക് ഇനിയും വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ നമ്മളെ പ്രണയവസന്തം, നമ്മുടെ സ്വന്തം വിപിനയുടെ പ്രണയവസന്തം വാങ്ങി വായിക്കുക. ഇനി ഇപ്പൊ ബുക്ക് റെഡി ഉണ്ട്, ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന ബുക്കുകളെല്ലാം തീർന്ന് എല്ലാവരും ഓർഡർ ചോദിച്ചപ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇപ്പൊ ഏകദേശം 500ഓളം ബുക്ക് ഇപ്പൊ നിലവിൽ വിപിനെ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചെയ്തിട്ട്. അപ്പൊ ഇനിയും ബാക്കി ബുക്കുകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാം, വിപിനിയുടെ വിളിക്കുക, ഓർഡർ ചെയ്യുക, വായിക്കുക, അഭിപ്രായം അറിയിക്കുക. ഞാൻ നിനക്കായി കല്ലുമ്മക്കായി ഞാൻ നിനക്കായി നമുക്കായി കല്ലുമ്മക്കായി. നമുക്ക് പോവാനെനിക്ക് രക്ഷയില്ല, ഇവിടെ ഇനി ഇരുന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇങ്ങനെ മുടിയൊക്കെ ഇട്ടിരിക്കും, കൊച്ചു പേടിച്ച് കരയണത്. ഞങ്ങ പോയാണ്, ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾക്ക് ഇവിടെ തൻ്റെ കരച്ചിൽ കാണാൻ കഴിയുന്നില്ല. ഞങ്ങൾ പോണു. താനായി, തൻ്റെ അച്ഛനായി, തൻ്റെ അമ്മയായി, ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോ, മാവലയൊക്കെ തിന്നിട്ട് കേട്ടാ. അതന്നെ, നമ്മള് പോട്ടെ. എന്നാലും രജീഷ പിള്ളേരെ കൂട്ടട്ടെ. എന്തമ്മേ സീതറച്ചൻ കിടന്നുറങ്ങിന്നോണ്. ഇടാ എന്താണ് ഇന്ന് ബസ്സൊക്കെ മാറിപ്പോയിന്ന് പറഞ്ഞ് നമുക്ക് പോവാന്നാല്. എന്താ നീ എന്താ എടുത്ത് ബാണ്ടക്കെട്ടൊക്കെ? ഞാൻ മുണ്ട കൊടുത്തിട്ട് ഞാൻ എന്തായാലും എൻ്റെ അടുത്ത് വേറെ ഫോൺ ഉണ്ട്, അതിനെ കരയിപ്പിക്കുന്നു പോയിട്ട് വേണ്ടു. ഇതാണ് കൊച്ചടിപ്പിക്കാത്ത നിന്നെന്ന് കേട്ടാ, അതിനെ തിന്നുന്നോണ്ടാണ്. ആന്ന് കണ്ട, അത് അപ്പുറത്തേക്ക് മുഖം തിരിച്ചിട്ട് അതിനെ തിന്നുന്നത്. ഗൈസ്, അപ്പം ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്കെന്താ, നമുക്ക് ഒന്നുമില്ല പ്രത്യേകിച്ച്. ഇന്ദ്രുവിനെയും ദുഗുവിനെയും കൂട്ടിയിട്ട് വീട്ടിൽ പോകണം. പിന്നെ അതെ, അവരെയും കൊണ്ട് എന്നിട്ട് നമുക്ക് ജിംനാസ്റ്റിക്കിന്റെ ക്ലാസ് എല്ലാം ഉണ്ട്. ജിംനാസ്റ്റിക്കിന്റെ ക്ലാസ്സിന് പോണതും കൂടി കാണാം കേട്ടോ. അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് പഠിക്കാം അല്ലെ വ്ളോഗ്. കണ്ടില്ലേ ഗൈസ്, ഞങ്ങളുടെ വളരെ പച്ചപ്പുൽ തകിടിയിൽ നിറഞ്ഞു കിടക്കുന്ന നാട് അല്ലേ, പച്ചയായ നാട്. അതെ കണ്ട, എങ്ങും ചുറ്റും വയലും, പിന്നെ വയലിൽ നിറയെ തവളകളും. തവളയുടെ ശബ്ദം അപ്പൊ എനിക്ക് മാക്രോ മാക്രോ. അയ്യോ മഴ വരുന്നുണ്ട് എനിക്ക്. നമ്മളിന്ന് മഴയത്ത ഗൈസ്, നമ്മൾ മഴയത്തായി എടീ. ജാങ്കോ നമ്മ പെട്ട് ഇതാ മഴയായി ഗൈസ്. പിള്ളേർ വരുമ്പോ കറക്റ്റ് സമയം നോക്കി മഴ വരുന്നുണ്ട. മഴ ചതിച്ചളിയാ, മഴ ചതിച്ച്. ബാ 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 വേമ്പാ. ഓർഡറി മഴയടി ഓർഡറി ഗൈസ്. നല്ലൊരു കാർമേഘം ഇവിടെ പെയ്തു കേട്ടോ മഴ. ഇവിടെ കയറിക്കാൻ മളിങ്ങി. കേറ് ഗൈസ്. അപ്പം ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് അയ്യോ ഫുട്ബോളിൻ്റെ കൈസും പറഞ്ഞിട്ട് നമ്മുടെ ഒരു ചങ്ങായിയായിട്ട് തല്ലുപിടിച്ച് അങ്ങനെയല്ല, വാക്ക് തർക്കം. അപ്പം അവൻ ബ്രസീൽ അർജന്റീന. അപ്പം അവൻ നമ്മൾ ഈ ഫൈനൽ വരെ എത്തിയ ടീമിനെ അവൻ വല്ലാണ്ട് പറഞ്ഞുകൊണ്ട് നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ നിഗി ഇടപെട്ടു. അപ്പം നമ്മളിടപെട്ടു തിളച്ചു. അപ്പൊ അങ്ങനെ നികിയൊക്കെ ഇതൊന്നും ഒരു വലിയ താല്പര്യമില്ലാതിരുന്ന കേസുകളായിരുന്നു. പക്ഷെ ഈ തവണ തൊട്ട് ഞാൻ നല്ല ഇൻട്രസ്റ്റ് ആക്കി ഒരു പ്രാന്തിച്ച്. അപ്പൊ ഗൈസ്, ഇന്ദ്രപ്പന്റെ പുതിയ ഡ്രസ്സാണ് ഇത് കണ്ട. പുതിയ ടാഗ് മീൻസ് യൂണിഫോം, വെനസ്ഡേ യൂണിഫോം ഇതാക്കി മാറ്റിയിട്ടുണ്ട്. നല്ല എന്നാണ് ആദ്യമായിട്ട് ഇട്ടിട്ട് പോയത്. അപ്പൊ ദുഗുവിന്റെ പിള്ളേരുടെ ബാഗിന്റെ വെയിറ്റിനെ പറ്റിയൊക്കെ ഇങ്ങനെ ചർച്ചകളൊക്കെ ഉണ്ട് സ്കൂളുകളിൽ അല്ലേ. പക്ഷെ ദുഗുവിന്റെ ബാഗിന്റെ വെയിറ്റ് ഉണ്ടെങ്കിൽ ഭയങ്കര. ഇതെങ്ങനെ എന്റെ മോനെ, ഇത് ശരിക്കും പറഞ്ഞല്ലേ ഒരു ചുരുങ്ങിയതൊരു, ഞാൻ വെയിറ്റ് വേണേ കാണിച്ചത്, അത്രയും വെയിറ്റ് ഉണ്ട് കേട്ടോ. ശരി, കുട്ടികൾക്ക് ഇങ്ങനെ ഈ ബാഗ് ഇത്രയും വെയിറ്റ് ഉള്ളത് ടീച്ചേഴ്സ് കാണുന്നുണ്ടെങ്കിലും സ്കൂളിൽ ആര് കാണുന്നുണ്ടെങ്കിലും ഇത്രയും വെയിറ്റ് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ.
അതിപ്പോ വണ്ടിക്കാണ് വരണമെങ്കിൽ പോലും വണ്ടി ഇറങ്ങിയിട്ട് വീടുകളിലോട്ട് നടന്നു പോകുന്ന കുട്ടികളുണ്ട്. രാവിലെ ഇതെടുത്ത് ഓടിപ്പടിച്ച് വരുന്ന കുട്ടികളുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ട്. ഇനി ഇത് വിട്ടിട്ട് ഈ സാധനം ഇട്ടിട്ട് 3-ാം നില വരെ 4-ാം നില വരെ കയറുന്ന സ്കൂളുണ്ട്. അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടാ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഇതിനെന്തെങ്കിലും തീരുമാനം എല്ലാവരും കണ്ടെത്തേണ്ടതാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ എന്തായാലും നമ്മളും വീടെത്തിയാണ് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് അടിക്കാം. ചെറിയൊരു വീഡിയോ. അങ്ങനെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, ഇത്രേ ഉള്ളൂ. അപ്പൊ കണ്ടു. അപ്പൊ കുടുംബത്തെ അപ്പൊ വൈൻഡപ്പ് അടിച്ചാലാ. ആ എന്നാ പിന്നെ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.